ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് സിദ്ദിഖ് ആവശ്യപ്പെട്ടേക്കും. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിലാണ് നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അഭിഭാഷക രഞ്ജിത റോത്തക്കി മുഖേന ഓൺലൈനായാണ് ഹർജി സമർപ്പിച്ചത്. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ഇമെയിൽ മുഖേന ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ആവശ്യപ്പെട്ടേക്കും. വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കാനാണ് സാധ്യത. മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തക്കിയായിരിക്കും സിദ്ദിഖിന് വേണ്ടി ഹാജരാകുക. പീഡന പരാതിയുടെ കാലതാമസം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും അടക്കമുള്ള വാദങ്ങൾ തന്നെയാകും നിരത്തുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായ പല നടന്മാർക്കെതിരെയും കേസെടുത്തു. ഇവർക്കെല്ലാം ജാമ്യം ലഭിക്കുകയും ചെയ്തു. തനിക്ക് മാത്രമാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടതെന്നും സിദ്ദിഖ് ചൂണ്ടിക്കാട്ടുന്നു. ഹൈക്കോടതി വിധിയിലെ ചില പോരായ്മകൾ ഉയർത്തിക്കാട്ടി അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കമാണ് സിദ്ദിഖ് നടത്തുന്നത്. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ തടസ്സവാദ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. സിദ്ദിഖിന്റെ ഹർജിയെ സുപ്രീം കോടതിയിൽ ശക്തമായി എതിർക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.